ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ എഗെയിൻ ഒരു രേണു സുധി കണ്ടന്റ് ആണ്. എനിക്കറിയാം എന്റെ ഒരു കൂട്ടം ഓഡിയൻസിന് ഈ വിഷയം കേൾക്കാൻ യാതൊരുവിധ താല്പര്യമില്ല. പക്ഷെ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കുറച്ച് ആൾക്കാർ വെളുപ്പിച്ചെടുക്കാൻ നോക്കുന്ന കാര്യം രേണുവിനെ പറ്റിയിട്ട് എന്തൊക്കെ പറഞ്ഞാലും വിധവയല്ലേ, എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കാറുണ്ട്. പക്ഷെ ഇത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്. അത് മാത്രമല്ല, രേണുവിനെ പറ്റി പറഞ്ഞ ഒരു ഓഡിയോ ക്ലിപ്പും കൂടി. പുറമേ കാണിക്കുന്നതും സബ്സ്ക്രിപ്ഷന്റെ ഉള്ളിൽ കാണിക്കുന്ന കാര്യങ്ങളും വേറെ വേറെയാണ്. അപ്പൊ ആ ഫോട്ടോസിലേക്കും വോയിസിലേക്കും പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പറയുക. സബ്സ്ക്രിപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എഡ്യൂക്കേഷൻ ലെവല് അഥവാ പൈസ കൊടുത്തിട്ട് കാണുന്ന കുറച്ച് എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ്. പക്ഷെ അതൊരു ന്യൂഡിറ്റി എന്നുള്ള ലെവലിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടി ചെയ്യുന്ന രേണു സുനയും ഇപ്പോൾ ആ വഴി തന്നെയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഫോട്ടോസ് ഞാൻ കാണിക്കാം, പക്ഷെ എന്തായാലും സബ്സ്ക്രിപ്ഷൻ ആണ്, അവര് പൈസ കൊടുത്ത് കാണിക്കുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ മുഖം മാത്രമേ ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ. ഭാഗം ഞാൻ ബ്ലർ ചെയ്യും. അത് എന്റെ ഒരു മാന്യത, അത് ഞാൻ കാണിക്കണമല്ലോ. ബാക്കിയുള്ളവർ എന്തോ ചെയ്തോട്ടെ. ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഗൈസ്? ഇനിയും വരുമല്ലോ ഒരുപാട് ആൾക്കാര് രേണു സുനയെ സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ സബ്സ്ക്രിപ്ഷന്റെ മറവിൽ ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഒപ്പിക്കുന്ന ആൾക്കാർ എന്തായാലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഇത് മാത്രല്ല, ഒരുപാട് ഫോട്ടോസ് വേറെ ഉണ്ട്, എന്തോ ചെയ്യാനാ. പക്ഷെ ഇതിനും സപ്പോർട്ട് ചെയ്യാൻ ഒരു കൂട്ടം ആൾക്കാർ വരും. അത് നമ്മൾ ആദ്യം ആലോചിക്കണം. നിനക്കൊന്നും നാണമില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരിയാണ്, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ആണ്, നിങ്ങളുടെ കാര്യമാണ്, എല്ലാം നിങ്ങളുടെയാണ്. കാണാൻ ആൾക്കാരുണ്ടാവുകൊണ്ടാണല്ലോ അവരത് ചെയ്യുന്നതും. അപ്പോൾ ഈ വക പരിപാടിയാണ് സബ്സ്ക്രിപ്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് രേണു സുന ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷെഫീന ബീവി പുറത്തിറക്കിയ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്, സ്വർണ്ണക്കടത്തുമായി അനുബന്ധിച്ച്. പക്ഷെ എന്നാലും ഒരു ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം. കഷ്ടപ്പെട്ട് റൂമിൽ ഇരുന്നിട്ട് റൂമിൽ തന്നെ കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ആളുകള് എങ്ങനെയെങ്കിലും വീടെത്താണ് പിടിക്കുന്നവർക്ക് 5000 സംതിങ് ആണ് ഇപ്പൊ നമ്മൾ യുദ്ധം നിർത്തിയതിന്റെ മുമ്പ് വരെയുള്ള സമയം. ആ സമയത്താണ് ഈ വരവും പോക്കെന്ന് ആലോചിക്കണം. ഇവിടെ ഇപ്പൊ ഏറ്റവും വലിയ ബിസിനസ് ആയിരിക്കും, റെസ്റ്റോറന്റ്, ബാർ ആയിക്കോട്ടെ, ആരെ കൊണ്ടും കഴിയില്ല. അങ്ങനെ അവളെ ഇനി ചാർട്ട് ഫ്ലൈറ്റ് എടുത്താലും ശരി, അല്ലാതെ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തും എന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് ചിലവ്. ആ എമൗണ്ട് ചിലവാക്കണമെങ്കിൽ അതിന് നല്ലൊരു ഉദ്ദേശം വേണം. നല്ല ഉദ്ദേശമല്ല, ഇൻകം എന്നുള്ള രീതിയിൽ ഉദ്ദേശം വേണം. മനസ്സിലായോ? തിരിച്ചങ്ങോട്ടും പോകണ്ട, അതുപോലെ തന്നെയാണ് ഇങ്ങോട്ടും അങ്ങോട്ടും. ഇത് എത്തുമെന്നുള്ള പോലും ട്രാവൽസുകാരും എമിഗ്രൻസും പറയാം. കാരണം നിങ്ങൾ വരുന്ന സമയത്ത് ഇത് കിട്ടിക്കോളന്നില്ല, ഫ്ലൈറ്റ് കിട്ടിക്കോളാം. കാരണം വീണ്ടും അത് മാറിപ്പോവും, സമയം പോകും, മാറൊക്കെ ചെയ്യും. വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകണ്ടേ. ഇതിനൊക്കെ തയ്യാറെങ്കിൽ വേണമെങ്കിൽ 6000-നും 7000-നും, നമ്മളൊക്കെ 2000-നും 2500-നും പണിയെടുക്കുന്നതാണ് ഷെഫീന ബേബി. അപ്പോൾ നമുക്കൊക്കെ വീടെത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചേക്കാം. ഇപ്പോഴും ടിക്കറ്റ് അതാ റേറ്റ്, ഒരുപക്ഷെ 1000-എങ്കിലും കുറഞ്ഞു കാണും. ആ സമയത്ത് ഈ പാപ്പിലോണ്ട്, ഞാൻ പാപ്പിലോണ്ട് ഒരു ഐറ്റം ഇയാൾക്ക് അയച്ചുതരാം. ഇവര് പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന അഥവാ ഇവരുടെ ലക്ഷ്യം എന്താണ് നിങ്ങൾക്കറിയാം. രേണുസുന ഉള്ള സ്ഥലത്ത് മീഡിയാസ് ഉണ്ട്, വിളിച്ചു വരുത്തി കണ്ടന്റ്സ് എടുപ്പിക്കുക. അപ്പൊ എന്താണ് ഇതിന്റെ ഉള്ളിലെ ഉദ്ദേശം? നമുക്കറിയാം, ഒരുപാട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ രേണുസുനയ്ക്ക് കിട്ടുന്നുണ്ട്. ഇവര് പുറത്ത് പോകുന്നുമുണ്ട്. പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് അങ്ങനെ വിടാറില്ലല്ലോ. നമ്മൾ സാധാരണ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നുള്ളൂ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശം? എന്തൊക്കെ പറഞ്ഞാലും എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കാർഡ് ഉണ്ട്. അതാണ് ആർക്കും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാലോ, അതവിടെ സുധിച്ചേട്ടൻ എന്നുള്ള ഒരു ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. ഇനി എന്റെ രേണു സുധി ഞാൻ അവിടെ ചെയ്യും. അങ്ങനെ പച്ചക്ക് പറഞ്ഞിട്ട് ചെയ്യാലോ. ഇതേപോലത്തെ ഉള്ള സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും, സബ്സ്ക്രിപ്ഷൻ നല്ലതാണ്, നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം. ഇതേപോലുള്ള ഫോട്ടോസ്, UAE വിസിറ്റുകൾ എന്തിനു വേണ്ടിയായിരിക്കാം? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി നോക്ക്. അവിടുത്തെ ഉള്ള ഒരു കാര്യങ്ങളും അധികം പുറത്ത് വിടാറില്ല. ഇവര് പോകുന്നു, വരുന്നു. ഇവരുടെ പിറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്. എന്റെ ഒരു ബ്രദറിന്റെ കല്യാണവുമായി അനുബന്ധിച്ച് ഫ്ലൈറ്റ് എടുത്ത സമയത്ത് ടിക്കറ്റ് കിട്ടിയില്ല. ടിക്കറ്റ് മാറി ഇപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ പോലും രേണു സുധിക്ക് ടിക്കറ്റ് കിട്ടും. അതെങ്ങനെ? ഇവരെ വെച്ചുകൊണ്ടൊരു മറവ് കാണിച്ചിട്ട് പരിപാടി ഉണ്ട് എന്തൊക്കെയോ. അത് എന്താന്നുള്ളത് എന്തായാലും ഭാവിയിൽ തെളിയിക്കപ്പെടും. അത് ഇങ്ങോട്ട് കൊണ്ടുവരാനും തിരിച്ചങ്ങോട്ട് വിടാനും ഇത്രയും എല്ലാം എത്തിപ്പെടണമെങ്കിൽ ഇതിനകത്തൊരു സത്യമുള്ളത് വിശ്വാസിക്കുന്ന ഒറ്റ വ്യക്തി ഞാൻ ആ വിശ്വാസത്തിൽ നിൽക്കുന്നു. അപ്പൊ ഇതൊരു മേഖലയാണ്. നിങ്ങൾ ഇനി പറയേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫാമിലി കളഞ്ഞൊരു വ്യക്തിയാണ്.
ഇതൊരു മറയാണ് കേട്ടോ, അത് മനസ്സിലാക്കും. അത് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞണം. നമുക്ക് അടിയിൽ ഒരു പിടുത്തല്ലാത്തൊന്നും പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതായത് ഒരു സെലിബ്രിറ്റി ആക്കി എടുക്കുക, ഇവളെ ഒരു റിക്രൂട്ട്മെന്റ് ആക്കി എടുക്കുക എന്നുള്ളൊരു മറ ഇതിനകത്തുണ്ട്. ഈ സാധനം കാരണം ഒരു മനുഷ്യനും എന്തെങ്കിലും 7 മിനിറ്റാണ് ഒരു ഷോർട്ട് ഫിലിമിന്റെ ടൈം. 7 മിനിറ്റിനുള്ളിൽ തീർത്ത് കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ അതിനകത്ത് അവാർഡ് എനിക്ക് പിന്നെ മൊമെന്റോ കിട്ടിയാണ് നല്ലൊരു ചാനലിൽ. പക്ഷെ അത് 7 മിനിറ്റിനപ്പുറം പോകാൻ പറ്റില്ല. അരമണിക്കൂർ 7 മണിക്കൂറൊക്കെ നമ്മൾ സാജു കൊടിയത്തൂരൊക്കെ അറിയാം ഇങ്ങോട്ടുള്ള. അത് അരമണിക്കൂർ ടെലിഫിലിം എന്ന് പറയുന്ന അവരെ കാരണം പിന്നെ ഈ ഫാമിലി സെന്റിമെന്റ്സ് എടുത്ത് ചെയ്യുന്ന ഒരു സംഭവം. അതൊക്കെ അതിന് ടെലിഫിലിം എന്നല്ല പറയാ, അതിനെന്താ പറയാ, എന്തോ ഓക്കെ. അപ്പൊ ഈ കുടുംബാലി പെണ്ണുങ്ങൾ അമ്മയും പോരൊക്കെ ചെയ്യുന്ന നോക്കെ ഈ ദിവസം വർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. ഇപ്പൊ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ത്രില്ലർ മൂവിയൊക്കെ ആയിട്ട് ഒത്തിരി വെബ് സീരീസ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒക്കെ എടുക്കുന്നു. പക്ഷെ നല്ല നല്ല ഡയറക്ടേഴ്സ് ഒക്കെ എടുക്കുന്നു, ഇപ്പൊ സിനിമയിലെത്തി എടുക്കുന്നു. പക്ഷെ ആരും സ്വന്തം പ്രൊഡക്റ്റിന്റെ പിന്നാം വശം ഒരിക്കലും പുറത്തു വിടാറില്ല. അതായത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഷോർട്ട് ഫിലിമിനെക്കാട്ടിയും കൂടുതൽ ഇവിടെ അത് എടുക്കുമ്പോൾ അതിന്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് പുറത്തു വിടാൻ. ഞാൻ ഉദ്ദേശിച്ച പിന്നാമ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്ന ഇവരുടെ കുറച്ച് പരിപാടികൾ, രേണുസുനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് കൂടുതൽ പബ്ലിക്കാക്കി വിടുന്നത്. ഇവർക്ക് അതിലൂടെ ഒരു ഫെയിം ഉണ്ടാക്കി കൊടുക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ ഇതിലൂടെ ഒരു ഫെയിം ഉണ്ടാക്കി കൊടുക്കുക, പിന്നെ അവരെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക. അപ്പൊ എന്റെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം നിങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. വീഡിയോസ് കാണുമ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാനുള്ള നോക്കുക. അവിടെ നോട്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, നിങ്ങൾ ഇത് കാണുകയും ലൈക്ക് അടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കണ്ടന്റ്സ് ഇതേപോലെ തന്നെയുള്ള പരിപാടിയായിട്ട് വീണ്ടും വരും. പിന്നെ ആ പ്രൊഡക്റ്റിന് വാല്യൂ ഇല്ലല്ലോ, ഉറപ്പല്ലേ? അപ്പൊ ആ പിന്നാമ്പറം വിടുന്നതാണ് ഇവരെ ഫിനാൻഷ്യലി വാല്യൂ. അങ്ങനെ ഒരു സാധനം റിലീസ് ആവുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ല എന്ന് തന്നെ പറയാം. ഇവള് കയറി വരുന്ന സമയത്ത് വരുന്ന 1-2 സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ യൂട്യൂബിൽ കിടക്കുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനൊരു കൃത്രിമത്വം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് എന്റെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. പിന്നെ ഒരു ക്രിയേറ്റിവിറ്റി കാണിച്ചിട്ട് അവള് പിന്നെ മേക്കിംഗ് ആണ് അല്ലെങ്കിൽ നടിയാണെന്നും പറഞ്ഞ് പല ലൊക്കേഷനിലും എന്തോ ഒരു ഒഴിവില്ല. അപ്പൊ ഓക്കെ അവൾക്ക് ഒഴിവില്ലാതെ പറയും. എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിമുകാരനെ അല്ലെങ്കിൽ ഒരു ടെലിഫിലിം എന്തെങ്കിലും ഈ രീതിയിൽ കണ്ടിട്ടുണ്ടോ? ആശയപരമായിട്ട് ചിന്തിക്കുന്ന ഒരാളെയും കണ്ടിട്ടില്ല ഞാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കുന്ന ഒരാളെയും കണ്ടില്ല. ഒഴിവില്ലാത്ത വർക്ക് കണ്ടില്ല. A to Z ഇന്ന് ഈ ടെലിഫിലിം ഷോർട്ട് ഫിലിം എന്ന ആൾക്കാരെ അവോയ്ഡ് ചെയ്ത സംഭവം. ആളുകൾക്ക് ഒരുപാട് ഒത്തിരി മേഖല ഉണ്ട്. അപ്പൊ ഇതുവരെ ചെയ്യുന്നത് എന്താന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന ആ സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഇവരെടുക്കുന്ന കെട്ടിപ്പിടുത്തം മറ്റുള്ള കാണിച്ചിട്ട് ഇവൾ ഓൾറെഡി ബിസിയാന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ അപ്പുറത്ത് നടക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. അതാണ് നിങ്ങൾ പറഞ്ഞ ഇടത്തോട്ട് പോകുന്നത്, ആണോ അല്ലേ? അപ്പൊ അതിനൊക്കെ ഒരു ഗ്രൂപ്പ്, ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കത് കേട്ട് കഴിഞ്ഞാൽ സ്വയം നമുക്കൊരു മൈൻഡ് ഉണ്ടല്ലോ, ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഒരു ഇമേജ് അവരങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ഒരു നടി എന്നുള്ള ലെവലില്. അതുകൊണ്ട് തന്നെ ഈ UAE പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇവരെ വിളിക്കുകയും എങ്ങനെയാണ് ഒരാൾക്ക് പെട്ടെന്ന് വിസ, ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും പെട്ടെന്നൊന്നും ടിക്കറ്റ് കിട്ടില്ല. അതൊരു നല്ല രീതിയിലുള്ള പിടിപാട് വേണം. ആ പിടിപാടുള്ള ആൾക്കാരാണെങ്കിലോ എന്തെങ്കിലും അവർക്ക് കാര്യം ഉണ്ടെങ്കിലല്ലേ അത് ചെയ്യുള്ളൂ. ഷെഫീന ബേബി പറഞ്ഞ പോലെ തന്നെ സ്വർണ്ണക്കടത്ത് ബിസിനസ്സോ ഡ്രഗ്സ് എന്നാണല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള പിടിപാട് വേണം. ഞാൻ മുമ്പ് ചെയ്തുള്ള വീഡിയോയിൽ പറഞ്ഞാണ്, ഇവര് രേണുസുതി അങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. കൂടി പോയി ഒരു 4-5 ദിവസമൊക്കെ ഇതേപോലത്തെ ഉള്ള ഒരു ഇനാഗ്രേഷൻ പരിപാടിക്ക് പറ്റും. പക്ഷെ ഇവരവിടെ നിൽക്കുന്നത് 14-15 ദിവസങ്ങളൊക്കെയാണ്. അത് എന്തിന്? അതൊരു ചോദ്യമല്ലേ? പറയുമ്പോ തന്നെ ടിക്കറ്റും കാര്യങ്ങളും ഇങ്ങോട്ട് വരാനാണെങ്കിലും പോകാനാണെങ്കിലും കിട്ടുക. പിടിപാട് നല്ല രീതിക്ക് ഉണ്ട്. പക്ഷെ ആ പിടിപാട് കിട്ടണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് പറയുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ എന്തായാലും കമന്റിൽ പറയാം. ഇത് റിലീസ് ആകുന്നുണ്ടോന്നും ആരും നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്കിത് സിനിമയല്ല, ഇത് കാത്തിരിക്കുന്നില്ല. ഇപ്പൊ എന്താ ഇതിന്റെ പേര് കാത്തിരിക്കുന്നില്ല. അപ്പൊ ഈ ഗ്യാങ് എന്ന് പറയുന്നത് ഇതൊരു നല്ലൊരു ഗ്യാങ് ആണ്. എനിക്ക് കാരണം ഇതങ്ങനെ. കാരണം ഒന്നാമത്തെ ഒരു കാര്യം ആലോചിച്ചോ, ഈ പിന്നെ സുധി എന്ന് പറയുന്നതിന് അത്യാവശ്യം കോണ്ടാക്ട് ഉണ്ട് സിനി ഫീൽഡിൽ. ഞാൻ നല്ല കോണ്ടാക്ട് ഉണ്ട്. എന്നെ ഒരുപാട് ഊമ്പിച്ച് എന്നെ പറ്റിച്ച അതിന്റെ മോനെ ചത്ത് കിടക്കുന്ന ശവം പോലും, അത് ഞാൻ പറയുന്നില്ല. എങ്കിൽ കൂടി അവന് അത്ര കോണ്ടാക്ട് ഉണ്ട്. ആ കോണ്ടാക്ട് വെച്ചിട്ട് ഇവൾക്കും കോണ്ടാക്ട്, കാരണം ആ കോണ്ടാക്ട് ഒക്കെ യൂസ് ചെയ്ത് ഇവൾ വെച്ചിട്ട് ആ കോണ്ടാക്ട് വഴി എന്തുവാണ് ആളുകളുടെ മുമ്പിൽ ഇത്ര സംഭവം പറയണം എങ്കിൽ ആ ഒരു പിന്നെ ഇതിന്റെ പുറത്ത് യാത്രകൾ. ഇത് നല്ലൊരു വിഷയം തന്നെയാണ്. ഇത് എനിക്കിടപെടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മാഡത്തിനോട് പറഞ്ഞു മാത്രം.
ഇതിനകത്ത് ഒന്നാമത് നിങ്ങളോട് എന്തും പറഞ്ഞാലും അപ്പൊ മറുപടി പറയുന്ന ആളൊന്നും 3 ദിവസമായിട്ട് മുണ്ടില്ല. ഞാൻ നല്ല വായിച്ചിരുന്നു, കാരണം എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടായിട്ടാ വായിച്ചത്. അല്ലെങ്കിൽ ആരും എന്തായിക്കോട്ടെ, തുണി വെച്ചിട്ട് ആൾക്ക് ആരോടെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അവളെക്കാളും മോശമായിട്ട് പെരുമാറാൻ ഒത്തിരി ലേഡി ഉണ്ടല്ലോ അവിടെ. ആരോട് എന്തെങ്കിലും നമ്മൾ റിപ്ലൈ ചെയ്യുന്നുണ്ടോ? പോട്ടെ, കല്ലുവല്ലി. അപ്പൊ ഇതിനകത്ത് പിന്നെ ഞാനൊക്കെ വിസിറ്റിംഗ് വിസയിൽ ഒത്തിരി സംഭവിച്ച. രണ്ടാമത്തെ വിസിറ്റിംഗ് വരുമ്പോ കോഴിക്കോട് തന്നെ കുറച്ചോ നല്ല തടഞ്ഞു നിർത്തിയില്ല. മൂന്നാമത്തെ വരുമ്പോ പിന്നെ നിവർത്തില്ല. പിന്നെ എന്റെ എല്ലാ ശക്തിയും വാങ്ങിയൊക്കെ തപ്പുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ജോലി അന്വേഷിച്ച് പോകുന്നിരുന്ന ആ സമയത്ത്. അപ്പൊ മന്തിലൊക്കെ പോകുമ്പോഴൊക്കെ അതിനകത്ത് നല്ല, അപ്പൊ ഇതിന്റെ ആപ്പിലും ഒരു കാര്യമില്ലാതെ ആൾക്കാർ എന്തായാലും ഇങ്ങനെ വന്നിട്ട് പറയില്ലല്ലോ, അതിന്റെ ആവശ്യമില്ല. എന്തൊക്കെ ആണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അത് എന്തായാലും തെളിയിക്കപ്പെടും. ഈ വോയിസ് ഇട്ട ആളെയും ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് 100% എന്തായാലും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ചിന്താഗതി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അപ്പോ തെളിയുന്ന നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ഇവക കാര്യങ്ങൾ എന്തായാലും പുറത്തു വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റിൽ പറയുക. എന്റെ അഭിപ്രായം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.